എല്ലാവർക്കും നമസ്കാരം. ലവ്ലി പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മണിക്കുട്ടിക്ക് എന്തോ ഒരു സ്മെല്ല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവൾ കുറച്ച് നേരമായി ഇങ്ങനെ മതിലിൻ്റെ അവിടെ ഒക്കെ വന്ന് നോക്കണം. അവൾ സ്മെല്ല് പിടിക്കാൻ ഭയങ്കര മിടുക്കുക. അതിനുള്ളിൽ കൂടെ കോട്ടവായി ഇടുന്നുണ്ട്. ഇത് കണ്ടില്ലേ, സ്മെല്ല് പിടിച്ചിട്ട് ഇങ്ങനെ പറമ്പിൻ്റെ അങ്ങേ അറ്റത്ത് പോയിട്ട് കേട്ടോ ഇപ്പോൾ സ്മെല്ല് പിടിക്കുന്നത്. എന്തോ ഒരു സ്മെല്ല് കിട്ടിയിട്ടുണ്ട്. അതങ്ങനെ സ്മെല്ല് പിടിച്ച് നിൽക്കണേ. എന്നിട്ട് ആ മതിൽ അങ്ങോട്ട് ചാടാനൊക്കെ നോക്കും. അതിൽ ചാടാൻ പറ്റില്ല, എന്നാലും കാലൊക്കെ എടുത്ത് വയ്ക്കും. ഇപ്പോൾ ഉക്രപ്പനും കുട്ടൂസും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ അവരെ അന്വേഷിച്ച് പോവാൻ ഇങ്ങനെ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അവരെ അന്വേഷിച്ച് പോകുമ്പോൾ ഞാൻ അവരുടെ കയറെടുക്കും. ഇപ്പോൾ ഉക്രപ്പനെ എവിടെയെങ്കിലും വെച്ച് കണ്ട അപ്പോൾ കെട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ കയറെടുത്ത് അവൾക്കറിയാം. അപ്പോൾ അവൾ മുന്നേ ഇറങ്ങും. ഞാൻ ആ ഉക്രപ്പനെ കെട്ടണ അതെടുത്ത് കഴിഞ്ഞാൽ അവൾ അപ്പം ഇറങ്ങും. അവൾ ഇന്നേം കാട്ടി മുന്നേ ഇറങ്ങി ഗേറ്റ് അവൾ തന്നെ തള്ളി തുറക്കും. ലോക്ക് ഇട്ടിട്ടില്ല വെച്ചെങ്കിൽ ആ സാക്ഷി ഇട്ടിട്ടില്ല വെച്ചെങ്കിൽ അവൾ തന്നെ തുറക്കും ഗേറ്റ്. ഇതാ എൻ്റെ മുന്നേ ഓടുന്നുണ്ടില്ലേ, അവൾക്കറിയാം. അപ്പോൾ ഞാൻ ഉക്രപ്പനെ അന്വേഷിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണെന്ന്. അപ്പോൾ അവളും കുറേ വരുന്നുണ്ട്. മറ്റേത് അവളങ്ങനെ വന്നിടുന്നില്ല. ഇപ്പം അങ്ങോട്ട് കുറേ വരുന്നുണ്ട്. എന്നാലും തറവാടിൻ്റെ ഭാഗത്തേക്കൊന്നും ഇപ്പോഴും അവൾ വരില്ല കേട്ടോ. അവർ പകുതി വഴി വന്നാൽ പിന്നെ അവൾ തിരിച്ചു പോരും. അവൾക്ക് തരില്ല. ഇവിടെ എത്തുമ്പോൾ അവൾക്കൊരു ചെറിയ സന്തോഷമുണ്ട്, ഒരു നൊസ്റ്റാൾജിയ. അവളുടെ പഴയ വീടാണല്ലോ. ഞങ്ങളുടെ അവിടെ നിന്നാണ്ട് കടന്നിടുമ്പോൾ തന്നെ കേട്ടാ ഈ വീട് ഒരു 4 വീട് അപ്പുറത്താണ്. അപ്പോൾ അത് അവൾ അങ്ങോട്ടൊക്കെ നോക്കുന്നു. അങ്ങോട്ട് കയറി പോവും അവളുടെ പഴയ വീടല്ലേ. എന്നിട്ട് വീണ്ടും എൻ്റെ പിന്നാലെ വരും. ഈ വീടിൻ്റെ കുറച്ചങ്ങോട്ട് പോയാൽ പിന്നെ അവൾ വരില്ല കേട്ടോ. പിന്നെ അവൾക്ക് വരാനുള്ള ധൈര്യമില്ല എന്ന് തോന്നും. പിന്നെ അവൾ ഇങ്ങോട്ട് തിരിച്ചു പോരും. എന്നാലും ഞാൻ കയറെടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൾക്കറിയാം ഉക്രപ്പനെ അന്വേഷിച്ച് പോവാന്നുള്ളത്. ഇപ്പോൾ കുറച്ച് മണിയൊക്കെ ഇങ്ങോട്ട് പോകുന്നു. ഇത്രയൊന്നും വരാറില്ല അവൾ സാധാരണ എൻ്റെ കൂടെ. സ്റ്റോപ്പായിട്ടാ തിരിച്ചു. അവൾ റിവേഴ്സ് ഗിയർ ഇട്ടു. ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ എത്തി. അവൾ പോന്നപ്പോൾ ഞാനും പോന്നു കേട്ടോ. ഉക്രപ്പനെ കുറേ അന്വേഷിച്ച് നടക്കണം, കണ്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാനും തിരിച്ചു പോന്നു. വീട്ടിലേക്ക് കയറാൻ പിന്നെ കുറച്ച് പണിയാവുള്ളൂ. അവൾ റോട്ടിൽ നിൽക്കുള്ളൂ, അങ്ങോട്ട് കയറില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വേണം പിന്നെ ഇങ്ങോട്ട് കയറ്റാൻ. ഇപ്പോൾ കയറിയപ്പോൾ അവൾ ഇതാ ഉക്രപ്പൻ കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കുന്നുണ്ട് കേട്ടോ. ഉക്രപ്പൻ വന്നോന്നാണ് നോക്കണത് അവൾ. ഉക്രപ്പനും കുട്ടൂസും ആരും എത്തിയിട്ടില്ല. അപ്പോൾ അവിടെയൊക്കെ നോക്കുന്നുണ്ട് അവൾ പോയിട്ട്. അപ്പോൾ അവരിന്ന് എവിടെ പോയി കിടക്കണാണാവോ. ചില ദിവസം അവർ നേരത്തെ കിട്ടും, അല്ലെങ്കിൽ അവർ വരില്ല. കുറേ ലേറ്റായിട്ടൊക്കെയാണ് വരിക. ഇന്നിപ്പോൾ ഉച്ചയായിട്ട് അവർക്ക് ലഞ്ച് കൊടുക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ആരും വന്നില്ല, അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ കുട്ടു വന്നിട്ടുണ്ട്, പിന്നെ മണിക്കുട്ടിയുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ലഞ്ച് കൊടുക്കുകയാണ്. മണിക്കുട്ടിക്ക് രാവിലെ വലിയ ആവശ്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവൾക്ക് രാവിലെ ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ നല്ല ആവശ്യമായതുകൊണ്ട് ഇപ്പോൾ അവൾ വന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ. കുട്ടും വന്നിട്ടുണ്ട്, ഉക്രപ്പം വന്നിട്ടില്ല എന്ന്. അപ്പോൾ ഇവർക്ക് ആദ്യം കൊടുക്കുകയാണ്. മണിക്കുട്ടിക്കുന്നു കുറേ ഇല്ലുണ്ട്, നോക്കിയേ ഇങ്ങോട്ട് നോക്ക്. വേണം മണിക്കുട്ടിയെ ഉക്രപ്പം വന്നു കേട്ടോ. ഉക്രപ്പം ഇപ്പോഴാണ് വന്നത്. 5 മണിയായി. 5 മണിയല്ല, 6 മണിയാവാറായിട്ടുണ്ട്. ഞങ്ങൾ തറവാടിൻ്റെ അവിടേക്ക് കാറും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് വളം വാങ്ങിച്ചിട്ട് വളം അവിടെ ഇറക്കാൻ വേണ്ടി പോയതാ. തിരിച്ചു വരുമ്പോണ്ട് ഉക്രപ്പൻ ഞങ്ങളുടെ കാറിൻ്റെ സൗണ്ട് കേട്ടിട്ട് കാറിൻ്റെ പിന്നാലെ പോന്നു. ഇതാ അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതാ അവിടെ കിടക്കണം. ഞാൻ കെട്ടിയിട്ടിട്ടില്ല, ഞാൻ വണ്ടി കയറ്റി വണ്ടി ഷെഡിലിട്ടിട്ട് ആ വളമൊക്കെ ഇറക്കി വെച്ചതാ. അപ്പോൾ ഞാൻ കരുതി ആൾ പോയി എന്ന് കരുതി. പോയിട്ടില്ല, ഇവിടെ വന്ന് കിടക്കുക, ഈ വാഴയുടെ ചുവട്ടിൽ കിടക്കുക. ഇപ്പോൾ ഇവിടെയാണ് അവൻ്റെ ഒരു താവളം. മരത്തു നിന്നൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി ഇവിടെ ഒരു കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ടില്ലേ. വാഴയുടെ ഓരോ വലിയൊരു കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ കുഴിയിലാണ് ഇപ്പോൾ കിടക്കുക. ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഞാൻ കരുതി അവൻ പോയി എന്ന്. എന്നിട്ട് ഞാൻ റോട്ടിലൊക്കെ ഇറങ്ങി നോക്കുമ്പോൾ ആൾ പോയിട്ടില്ല, ഇവിടെ കിടക്കുകയാണ്. മണിക്കുട്ടിയും കണ്ടിട്ടില്ല എന്നുണ്ട്. കുട്ടൂസ് ഇവിടെ ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ അവൻ പോയി എന്നുണ്ട്. ഇപ്പോൾ
ഉച്ചയ്ക്ക് ലഞ്ച് കൊടുത്തു ഞങ്ങൾ. കുട്ടൂസിനും അതുപോലെ മണിക്കുട്ടിക്കും കൊടുത്തു. ഉക്കുറപ്പം വന്നിട്ടുണ്ടായില്ല. ഉക്കുറപ്പം ഇപ്പോഴല്ല വന്നത്. അപ്പോൾ കുട്ടൂസ് പിന്നെ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ പുറത്തേക്ക് പോകും. 5-5:30 ആകുമ്പോൾ ഞങ്ങൾ കോഴികളെ അഴിച്ചിടും. കോഴികളെ അഴിച്ചിടുന്ന നേരത്ത് കുട്ടൂസ് പുറത്തേക്ക് പോകും, അവിടെ നിൽക്കില്ല. അങ്ങനെയാണ്. മണിക്കുട്ടിയെ ഡീ ഇടുവാ എന്നാ ഇടുവായോ? മണിക്കുട്ടി കണ്ടിട്ടില്ല എന്നുണ്ട്, അവൾ അവിടെ കിടക്കുക. ഇടുവാടി മണിയേ, ഡീ മണിയേ. അവൾ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഉക്കുറപ്പം എന്തായാലും ഇവിടെ കിടക്കുന്നുണ്ട്, നല്ല ഉറക്കം. തത്തകൾ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്, പപ്പാ പപ്പ എന്ന് വിളിക്കുന്നുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ട നേരമായിട്ടുണ്ട് വൈകുന്നേരത്തെ. അപ്പോൾ അത് കൊടുക്കട്ടെ പോയിട്ട് കേട്ടോ. മണിക്കുട്ടി അവിടെ കിടന്നിട്ട് സർക്കസ് കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് തിരിയലും ഇങ്ങോട്ട് തിരിയലും മലർന്ന് കിടന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. മുഖത്തൊക്കെ ചൊറിയുന്നുണ്ട് അവൾ, ചൊറിച്ചിലുണ്ടെന്നുണ്ട്. അതിനിപ്പോൾ ഉക്രപ്പനും കുട്ടൂസൊക്കെ വന്നതിൻ്റെ സന്തോഷമാണെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങോട്ടൊക്കെ കിടന്ന് ഓരോ സർക്കസുകൾ കാണിക്കുന്നുണ്ട് അവൾ. അപ്പോൾ എന്തായാലും 3 ആൾ കൂടെ എത്തിയിട്ടുണ്ട്. ഒരു ഫ്രെയിമിൽ ഇതാ 3 ആളും ഉണ്ട്. ഉക്രപ്പനും കുട്ടൂസും മണിക്കുട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞങ്ങളെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇനിയും ഞങ്ങളുടെ വീഡിയോസൊക്കെ വാച്ച് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.